അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വല്ലാത്തൊരു വിഷയത്തിനെ കുറിച്ചാണ്. ആ വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബം തെറ്റാൻ, മനസ്സിന് സമാധാനം പോകാൻ തുടങ്ങി ഒരുപാട് കാരണങ്ങൾക്ക് കാരണമാവുന്നതാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ആൾക്കാർ കരയുന്നതിന് കയ്യോ കണക്കില്ല. അടുത്ത് വന്നിരുന്ന് കരയാണ്, ഡോക്ടറെ എൻ്റെ ജീവിതം ആകെ ഇല്ലാണ്ടായി, എനിക്ക് ഞാനൊരാണാണോ എന്നെന്നെ സംശയമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഭയങ്കര മാനസികമായിട്ട് തളർന്ന് പുറത്തേക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടാവും, പക്ഷേ മാനസികമായിട്ട് ആകെ തളർച്ചയാണ് അവരുടെ ആ ഒരു സ്വകാര്യ ജീവിതത്തിൽ. അപ്പോൾ ഇത് കണ്ട് മടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് പരിഹാരം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കിത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഞാൻ കുറച്ച് തുറന്ന് ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കും കേട്ടോ. അപ്പം കേൾക്കുമ്പോൾ എന്താ ഇപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മെസ്സേജും കൂടി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. കാരണം ഇതൊക്കെ സംസാരിക്കണം. നമ്മൾ ഡോക്ടറെ അടുത്ത്, എല്ലാവരോടും നാട്ടിൽ മൊത്തം നടക്കണം എന്നല്ല, പക്ഷേ ഡോക്ടറെ അടുത്ത് സംസാരിക്കണം. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവ് എന്നുള്ളതാണ്. ഉദ്ധാരണക്കുറവും അതേപോലെ ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാർ വന്നിട്ട് എന്തോ ഭയങ്കര ഒളിച്ചു വെക്കേണ്ട കാര്യം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും വേണ്ട. നിങ്ങൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ ഡോക്ടറെ കാണിക്കുമ്പോൾ തുറന്ന് പറയണം എല്ലാ കാര്യങ്ങളും. 2 കൊല്ലമൊക്കെ അത് കൊണ്ട് നടന്നിട്ടാണ് ആളുകൾ വരുന്നത്. അങ്ങനെ ഒന്നും ചെയ്യരുത്. 2 കൊല്ലമൊക്കെ എത്തുമ്പോഴേക്ക് ഇത് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറ്റുന്ന അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ദൂരെ പോയിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും. അപ്പോൾ എന്താണ് ED എന്നുള്ളത് പറഞ്ഞിട്ട് തുടങ്ങാം. ED, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ്. നമ്മൾ പെനിസ്, ലിംഗം ഉദ്ധരിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഉദ്ധരിക്കുന്നത് കുറയുക എന്നുള്ളതാണ്. ഈ ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മിറാക്കിളാണ്. മിറാക്കിൾ, ഒരു അത്ഭുതം. ശരിക്കും നമ്മൾ അതിൻ്റെ അനാട്ടമി പഠിച്ചു കഴിഞ്ഞാൽ ഈ പെനിസിൻ്റെ അകത്ത്, ലിംഗത്തിൻ്റെ അകത്ത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ടിഷ്യൂ ആണുള്ളത്, കാവർണോസം, അതേപോലെ സ്പോഞ്ചിയോസം എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് ബ്ലഡ് നിറയുമ്പോഴാണ് ഇത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് നിറയുന്ന ഈ ഉദ്ധാരണത്തിന് വരുന്ന പ്രശ്നങ്ങളെ കൊണ്ടാണ് ഉദ്ധാരണക്കുറവ് വരിക. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഷുഗറാണ് ഏറ്റവും വലിയ വില്ലൻ. ഷുഗറുള്ള ആളുകൾക്ക് വിത്തിൻ ഒരു 4 ഇയേഴ്സ്, 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ഉദ്ധാരണക്കുറവ് വരുന്നുണ്ട്. കാരണം ഷുഗർ വരുമ്പോൾ രക്തക്കൊഴലുകൾക്കകത്ത് ബ്ലോക്ക് വരും. ഈ ബ്ലോക്ക് ഫസ്റ്റ് പ്രതിഫലിക്കുക ഈ ലിംഗത്തുമ്മലാണ്. ലിംഗത്തിന് ചെറിയ രീതിയിലുള്ള ഈ രക്തക്കൊഴലൊക്കെ ഡാമേജ് വന്നാൽ തന്നെ ഉദ്ധാരണം നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഈ ബ്ലോക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും? ഉദ്ധാരണക്കുറവ് വരുന്നതാണ്. അപ്പോൾ അതാണ്, ഷുഗറാണ് ഏറ്റവും വലിയ കോസ്. രണ്ടാമത്തത് മാനസികമായിട്ടുള്ള പ്രശ്നം. മാനസികമായിട്ട് പ്രശ്നം വന്നാൽ ഒരു ഭ്രാന്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടെൻഷൻ വരുന്നു. ഈ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സ് ഭയങ്കര റാഹത്തായി നിൽക്കുമ്പോൾ വരുന്നൊരവസ്ഥയാണ് ഉദാഹരണം. നല്ല റാഹത്തായി ആ ഒരു തരത്തിലുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ. എന്നാൽ ഭയങ്കര ടെൻഷനുണ്ട്. ആ ടെൻഷന് കാരണമായിട്ട് ഒരു ദിവസം ഇതിന് ശ്രമിക്കുമ്പോൾ ഉദ്ധരിക്കുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇതിലേക്ക് പോകുമ്പോൾ, ഈ ബന്ധപ്പെടുന്ന കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആ പഴയ ചിന്ത വരികയാണ്, ഇന്നും ഇങ്ങനെ തന്നെ ആവുമോ, ഇന്നും ഉദ്ധരിക്കാത്ത അവസ്ഥ ഉണ്ടാവുമോ എന്നുള്ള പേടി വരും. ഈ പേടി വന്നാൽ നമുക്ക് ആ സ്റ്റിമുലസ് ഉണ്ടാവില്ല. ഈ സ്റ്റിമുലസ് ചെന്നാലേ ഇത് ഉദ്ധരിക്കുള്ളൂ. ആ ഒരു ഉത്തേജനം വരണമെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്റ്റിമുലസ് വരണം. അപ്പോൾ അതില്ലാതായിട്ട് ഉദ്ധാരണം നഷ്ടപ്പെടുന്ന ആളുകൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഊരക്ക് പ്രശ്നങ്ങൾ, നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴൊക്കെ എല്ലിന് പൊട്ടൽ വരിക, സ്പൈനൽ കോഡ് ഇഞ്ചുറി, അപ്പോൾ ആ നെർവിന് ഡാമേജ് വന്നിട്ടൊക്കെ ഉദാഹരണം പോകുന്ന കേസുകളൊക്കെ വളരെ കുറവാണ്, ചുരുക്കം ആളുകളിൽ കാണുന്നത്. പക്ഷേ മെയിനായിട്ട് ഈ ബ്ലോക്ക് വന്നിട്ടുള്ളതാണ്. അത് ബ്ലോക്കിന് കാരണം ഒന്ന് ഞാൻ പറഞ്ഞ ഷുഗർ, അതേപോലെ പ്രഷർ ഒരു കാരണക്കാരനാണ്. പ്രഷർ കുറേ കാലം നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോഴും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കൊളസ്ട്രോൾ ഒരുപാട് കാലം നിൽക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഈ കാരണങ്ങൾ ചികിത്സിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാവുക. എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ചില ആളുകളുടെ വായിൽ വിരലിട്ടിട്ട് എടുക്കണം പോലെയാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാന്ന് പറഞ്ഞത്. എന്താ പറയുക, പറഞ്ഞാണ്ട് കിട്ടില്ല കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്. ഇത് പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം തുറന്ന് പറയുക എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഷുഗറുള്ള ആളുകൾ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരണം. FBS, ഫാസ്റ്റിങ്ങിലുള്ള ഷുഗർ 140 താഴേക്കും, PPBS നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ ഒരു 180 താഴേക്കും എന്നുള്ള രീതിയിലെങ്കിലും എത്തിക്കണം. അത് നോർമൽ 140 ഒക്കെ ആണെങ്കിലും ഒരു 180 160 താഴേക്കായിട്ട്
എത്തിയിരിക്കണം. എന്നാലേ നമുക്ക് ഇതിൽ റിസൾട്ട് ഉണ്ടാക്കി തരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഷയത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നിൽക്കണം. എന്നാലേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഷുഗർ നമ്മൾ പറഞ്ഞു. പ്രഷർ അതേപോലെ തന്നെ ഒരു 140/90 ഉള്ളിലായിട്ട് നിങ്ങൾ പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യണം. യൂറിക് ആസിഡും നല്ല രീതിയിൽ കുറഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ കുറച്ച് കൊണ്ടുവന്ന് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്ത് ശേഷം നമുക്ക് ഈ ഉദാഹരണത്തിന് ഒരു താൽക്കാലിക ഒരു എന്താണ് ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ, ഇപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ ഓവറായിട്ട് തലയിൽ കിടന്ന് നിറയും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉദാഹരണം വരില്ല. അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകളെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഇതിനോടുള്ള ആഗ്രഹവും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ആ ഒരു നെഗറ്റീവ് ചിന്തകൾ വരില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണം കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് കാര്യങ്ങളുണ്ട്, അത് കഴിക്കാം. അതിന് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഇൻഫിനിറ്റി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് സപ്ലിമെൻ്റാണ്. ഇത് കഴിച്ചിട്ട് ചില ആളുകൾ ഇതെന്താ വയാഗ്ര ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വയാഗ്ര ഒന്നുമില്ല. ഇത് പക്ക ഫുഡ് സപ്ലിമെൻ്റാണ്. ഫുഡ് സപ്ലിമെൻ്റ് നമ്മൾ കഴിച്ചാൽ ചില ഫുഡുകൾ നമുക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമുക്ക് ഇതിനെ ഡിസയർ ആഗ്രഹം കൂട്ടാൻ, അതേപോലെ ഈ ഉദാഹരണം കൂട്ടാൻ ചില ഭക്ഷണങ്ങളുണ്ട്. അതിൻ്റെ കറക്റ്റ് ഡോസിൽ എന്താണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡോസിലേക്ക് അറേഞ്ച് ചെയ്തെടുത്തത് ഒരു ഫുഡ് സപ്ലിമെൻ്റാണിത്. അപ്പോൾ ഈ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നല്ല റിസൾട്ടാണ്. ഒരു 90% ആളുകളിലും നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കാരണം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ട്രീറ്റ് ചെയ്താലേ നമുക്ക് ലോങ് ലാസ്റ്റിങ് എന്നേക്കുമുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുക. ഇത് ഒരു പെയിൻ റിലീഫ് മാതിരിയാണ്. നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഈ മെഡിസിൻസ് നല്ല എന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി തരാൻ സഹായിക്കും. പിന്നീട് നമ്മൾ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് രക്തോട്ടം കൂടാൻ മാക്സ് എൽ-ആർജിൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കേണ്ടി വരും. അതുപോലെ ബ്ലോക്ക് പോകാൻ omega-3 ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ എന്ത് ചെയ്യണം, നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിലൂടെ അതിൻ്റെ ബ്ലോക്ക് ഒഴിവാക്കിയെടുക്കുക. പിന്നെ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന രീതിയിലുള്ള മെഡിസിൻസ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ രക്തക്കൊഴലുകൾക്ക് വികസനം വരും. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള രക്തോട്ടം കൂടിയിട്ട് നമുക്ക് ഉദാഹരണത്തിന് പ്രശ്നം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് കൊണ്ട് നടക്കുന്ന ഒരു അസുഖമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. കാരണം ആ രീതി നല്ല സക്സസ് റേറ്റ് കിട്ടാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളും ഇതിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളും ഇതിനുള്ള ഒരു പരിഹാരം എന്നൊക്കെ പറയുന്നത്. ഇത് നിങ്ങൾ കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുറച്ചൊന്നുമല്ല. ഇത് നിങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ റിലീഫായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് കണ്ണ് കാണുന്ന മെഡിസിൻസ് ഒന്നും വാങ്ങി കഴിക്കരുത്. ഇത് കഴിച്ചിട്ട് അതുകൊണ്ട് പ്രശ്നം വരുന്ന ആളുകൾ ഒരുപാട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു എന്തൊക്കെയോ വയാഗ്രൊന്നും ഒരിക്കലും നിങ്ങൾ വാങ്ങി കഴിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വയാഗ്രക്ക് അപ്പം അഫക്റ്റ് കിട്ടും. പിന്നെ എന്ത് ചെയ്യും, പിന്നീട് എന്ത് കഴിച്ചാലും നമുക്ക് ഉദാഹരണം കിട്ടാത്ത അത്രയും ഡാമേജ് അവിടെ ഉണ്ടാക്കും. സ്ട്രോക്ക് ഉണ്ടാക്കുന്നതായിട്ട് റിസൾട്ടുകൾ പറയുന്നുണ്ട്. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്കിനൊക്കെ വയാഗ്ര കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ പരസ്യത്തിൽ അവിടെയും ഇവിടെയൊക്കെ കാണുന്നത് എന്ത് ചെയ്യണ്ട, വാങ്ങി കഴിക്കാൻ പോകരുത് കേട്ടോ. അപ്പോൾ വിശ്വസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങി കഴിക്കുക. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല.